നമസ്തേ. 18/4/2025 ഞായറാഴ്ച ഫലമാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടതായ കമൻറ്റുകളൊന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടില്ല. പിന്നെ ഇതിന് ചെറിയ എഫക്റ്റുകൾ, മറ്റ് ശബ്ദങ്ങൾ വീഡിയോയിൽ വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കൂടുതൽ എഡിറ്റ് ചെയ്യണമൊന്നുമില്ല, കൂടുതൽ എഡിറ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ല. നിങ്ങൾക്കിത് ഉപകാരമാകും എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ എഡിറ്റ് ചെയ്യുക. പിന്നെ അതുമാത്രം എഡിറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇപ്പോൾ കിട്ടുന്ന സമയമനുസരിച്ച് ഞാനത് ചെയ്യുന്നതേ ഉള്ളൂ. നോക്കാം, നമുക്ക് കുറച്ച് കൂടെ ശരിയാവുന്നു കേട്ടോ. അത് മൊബൈലിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ കുഴപ്പമൊന്നുമല്ല, ഞാൻ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അതിനുള്ള ടൈം ഒന്നും കാര്യമായിട്ടില്ല. കിട്ടുന്ന സമയത്ത് അറേഞ്ച് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് ശബ്ദങ്ങൾ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക. എന്തായാലും എൻ്റെ ശബ്ദം അതിനേക്കാളൊക്കെ മുകളിലായിരിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ ആ ശബ്ദങ്ങളൊന്നും തടസ്സമാവില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് പാട്ടൊന്നും അല്ലല്ലോ, സംഗീതമൊന്നും അല്ലല്ലോ, അങ്ങനെ ആസ്വദിച്ച് കേൾക്കാൻ. അതുകൊണ്ട് അതും അത്ര വലിയ പ്രയാസം ഉണ്ടാക്കാനുള്ള സാധ്യതയും കുറവാണ്. അതിനെക്കുറിച്ച് അതാണ് പറയാൻ കഴിയുന്നത്. നിർദ്ദേശത്തിന് നന്ദി. അത് ഞാൻ നെഗറ്റീവായിട്ട് കരുതുന്നില്ല, ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. പക്ഷേ എൻ്റെ സമയക്കുറവ് കൊണ്ട് അത് പ്രായോഗികമാക്കാൻ പറ്റിയെന്ന് വരാൻ സാധ്യത കുറവാണ് മാത്രം. എങ്കിലും തന്ന നിർദ്ദേശത്തിന് വളരെ നന്ദി. അതാണ് ആ കമൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പ്രത്യേകിച്ചൊരു കമൻറ്റുകൾ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ നാളും പേരും അയക്കുന്നവരുടെ അത് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പൂജയ്ക്ക് ചെല്ലുമ്പോൾ ഭഗവാന്റെ മുന്നിൽ പറയുന്നുമുണ്ട്, നിങ്ങളുടെ ദോഷങ്ങൾ പരിഹരിക്കണമേ ഭഗവാനെ എന്ന്. പക്ഷേ നിങ്ങൾക്ക് സാധാരണ നാമജപമാണ് ഏറ്റവും നല്ലത്. കലിയുഗത്തിൽ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചില സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ സ്വയം പല കാര്യങ്ങളും മനസ്സൊക്കെ ശാന്തമാക്കി വയ്ക്കാം. മനഃപൂർവ്വം കുറേ ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുത്താൽ കുറേ മാറ്റങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഇതാണ് എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് ആ കമൻറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ്, കൃത്യമായിട്ട് സ്റ്റിക്കറെങ്കിലും എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കേൾക്കുന്നവർ നിങ്ങൾക്കത് ഗുണകരമാണല്ലോ, അതുകൊണ്ടാണല്ലോ വീണ്ടും നിങ്ങളത് കേൾക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റിക്കറെങ്കിലും അതിലൊരു കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്നതിന് സാധാരണ ഒരു ദക്ഷിണ എന്ന രീതിയിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന സ്റ്റിക്കറാണ്, അത് ചെയ്യുക. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം ഒക്കെ നോക്കണം. അത് ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യാം. അതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒന്നും വെച്ച് ഫലം പറഞ്ഞു കൊടുക്കുക ഒരിക്കലും ഫ്രീ ആയി പറഞ്ഞു കൊടുക്കുക ഒരിക്കലും പ്രായോഗികമല്ല. അതുകൊണ്ട് അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും. അതും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 18/4/2025 വെള്ളിയാഴ്ച ഫലമാണ്. വെള്ളിയാഴ്ച കർക്കിടകം കുംഭം രാശിക്കാർക്ക് ശുഭമാണ്. ഇടവം തുലാം മകരം രാശിക്കാർക്ക് മധ്യമാവസ്ഥയാണ്. മേടം വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ്. മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷം ആണ്. ഇനി നമുക്ക് വിശദമായിട്ട് മറ്റു ഫലത്തിലേക്ക് വരാം. ഓരോ നാളും പറഞ്ഞിട്ട് നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശിയാണ്. മേടം രാശിക്ക് ദോഷകരമായ ദിവസമാണ്. പൊതുവെ ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും, അലസത ഉണ്ടാവും. ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി, അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് മേടം രാശിക്കാർക്ക് ഈ ദിവസം കഴിയില്ല. അതേപോലെ വിളർച്ച, ദഹനക്കുറവ്, പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. നേത്രരോഗങ്ങൾ ദോഷം ചെയ്യും. അതിൽ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയില്ല. മനസ്സ് എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒരു കാര്യത്തിൽ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അസ്വസ്ഥമാകാതിരിക്കാൻ മനസ്സ് നല്ല ചിന്തകളെ മനസ്സിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അത് ബോധപൂർവം ഒഴിവാക്കാനും ശ്രമിക്കുക. മാതൃസ്ഥാനീയരോ പിതൃസ്ഥാനീയരോ ഒന്നും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ അവരിൽ നിന്ന് എന്ത് പ്രതികരണം ഉണ്ടായാലും നമ്മൾ ഒരു മിതത്വം പാലിക്കാനായിട്ട് മേടക്കൂറുകാർ ശ്രമിക്കുക. അപ്പോൾ അത് ഒക്കെ ശ്രമിച്ചു പോയാൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് കഴിയും. ജലദോഷം, ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവാം. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില തർക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ എടുത്തുചാട്ടമൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് മേടൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മുൻകോപമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കും. അതുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. അശ്രദ്ധ മൂലമുള്ള നഷ്ടങ്ങളെ മനസ്സിലാക്കണം. അശ്രദ്ധ മൂലം നഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലൊക്കെ ലഭിക്കും. എന്നാൽ തൊഴിൽ രംഗത്ത് ഇനി അത്ര മേന്മയുള്ള കാലഘട്ടത്തിലൂടെ അല്ല മേടൻ രാശിക്കാർ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക. പലവിധ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ജാതക ഫലത്തിലെ കർമാധിപൻ അല്ലെങ്കിൽ കർമ്മസ്ഥാനാധിപൻ അല്ലെങ്കിൽ കർമ്മസ്ഥാനത്തൊക്കെ നിൽക്കുന്നവർ, നിങ്ങളുടെ ജാതകത്തിലെ തൊഴിൽ ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ലതായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ദശാപകാരകാലങ്ങൾ അവർക്ക് അനുകൂലമാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തൊഴിൽ ഗുണങ്ങൾ നേട്ടമായിരിക്കും. അതും ദോഷകരമാണെങ്കിൽ തൊഴിൽ രംഗത്ത് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുദോഷങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള പ്രയാസങ്ങളുമൊക്കെ മേടൻ രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് അനുഭവിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജാതകമൊക്കെ പരിശോധിപ്പിച്ച് മേടൻ രാശിക്കാർ അവരുടെ ജാതക ഫലമുള്ള ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ടും ശ്രമിക്കുക. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാർക്ക് പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇടവം രാശിക്കാർക്ക്. പൊതുവെ ദൈവാധീന കുറവുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യം അത്ര അനുകൂലമൊന്നുമല്ല. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ പല നഷ്ടങ്ങളുണ്ടാകും. മാതൃപിതൃസ്ഥാനികരൊന്നും അനുകൂലമല്ല. അതുകൊണ്ട് അവരോടൊക്കെ ഇടപഴകേണ്ടി വരുന്ന സമയത്ത് മനസ്സ് ഒന്ന് ശാന്തമാക്കി വെച്ചുകൊണ്ട് അവരോട് പെരുമാറാനായിട്ടൊക്കെ ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമില്ലാത്തത് കൊണ്ട് ഒരഭിപ്രായ സ്ഥിരത കുറവുണ്ടാകും. അപ്പോൾ പറയുന്ന കാര്യത്തിൽ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മാതൃപിതൃസ്ഥാനീയരൊക്കെ എന്തെങ്കിലും പറഞ്ഞു വിട്ടാൽ അതൊന്നും മറന്നു പോകാതെ തന്നെ അത് ചെയ്യാനായിട്ട് പ്രത്യേകം ഒരു കരുതൽ ആ ദിവസം കൊടുക്കണം. ആസ്മ പോലുള്ള അസുഖമുള്ളവർക്ക് അത്ര അനുകൂലമല്ല. മാനസിക അസ്വസ്ഥതയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും ഇടവൻ രാശിക്കാർക്ക് കാര്യമായി ഉണ്ടാകില്ല. പക്ഷേ ദൈവാധീന കുറവുള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും തടസ്സം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് കരുതിയിരിക്കണം. കേസുകളൊക്കെ ഉള്ളവർക്ക് അതത്ര മേന്മയുള്ള ദിവസമല്ല. തൊഴിൽരംഗം കുറച്ചൊക്കെ മേന്മപ്പെട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ദിവസവും കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും. പക്ഷേ ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തൊഴിൽ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കാം. അവർക്ക് ജാതകത്തിൽ ദോഷകരമൊക്കെ ആണെങ്കിൽ അത് ദോഷകരമായ അവസ്ഥയായിരിക്കും. പക്ഷേ പൊതുവെ ജാതകം കൂടെ ഗുണകരമാണെങ്കിൽ ഇടവൻ രാശിക്കാരുടെ തൊഴിൽ മേഖലയിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയിട്ട് ജാതകമൊക്കെ പരിശോധിപ്പിച്ചിട്ട് തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട നേട്ടങ്ങൾ
ഇതിൽ കാണുന്ന നേട്ടങ്ങൾ ലഭിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി മിഥുനം രാശി. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്ക് കഠിന ദോഷമാണ്. ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ആത്മവിശ്വാസത്തോടുകൂടി പല കാര്യങ്ങളെയും സമീപിക്കാനായിട്ട് മിഥുനം രാശിക്കാർക്ക് കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. അതേപോലെ അഭിപ്രായ സ്ഥിരത മിഥുനം രാശിക്കാർക്ക് ഈ ദിവസം ഉണ്ടാവും. മാതൃപിതൃസ്ഥാനീയരൊക്കെ മിഥുനം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അവരുടെ ചില മാർഗ തടസ്സങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം മാറ്റിയെടുക്കാനും മിഥുനം രാശിക്കാർക്ക് കഴിയും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം മിഥുനം രാശിക്കാർക്ക് കാര്യമായി ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും. അത് വേണ്ട രീതിയിൽ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കണം. എടുത്തുചാട്ടം അത്ര അനുകൂലമല്ല മിഥുനം രാശിക്കാർക്ക്. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. എങ്കിലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് മുൻകോപമൊക്കെ ഉണ്ടായി ചില പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്നൊക്കെ തടിതപ്പാനായിട്ട് കഴിയും. പക്ഷേ എങ്കിൽ പോലും അത് ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ശ്രദ്ധിക്കുക. അശ്രദ്ധ മൂലം നഷ്ടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഫ സംബന്ധമായ അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ദൈവാധീനം മിഥുന രാശിക്കാർക്ക് വളരെ കുറവാണ്. കുടുംബത്തിൻ്റെ ഒന്നും പിന്തുണ പല കാര്യങ്ങളിലും കിട്ടില്ല. ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും മനസ്സിന് പ്രയാസകരമായ രീതിയിൽ പെരുമാറിയെന്ന് വരും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ല. ശത്രുദോഷമുണ്ടാകും. സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല. തൊഴിലാളികളൊന്നും ഒട്ടും അനുകൂലമല്ല. അതുകൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ വളരെ ശ്രദ്ധ വേണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിഥുന രാശിക്കാർ ഒരു കാരണവശാലും തൊഴിൽ മേഖലയിൽ പോകരുത്. അതിൽ കുടുംബത്തിനും ഒരു സ്വസ്ഥത കുറയുന്ന ദിവസമായതുകൊണ്ട് ഇങ്ങനെ മദ്യമൊക്കെ കഴിച്ചാൽ ലഹരിയൊക്കെ ഉപയോഗിച്ച് വീട്ടിലേക്കും ചെല്ലാതിരിക്കാനും വീട്ടിൽ അസ്വസ്ഥത സൃഷ്ടിക്കാതിരിക്കുവാനും മിഥുനം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. ജാതകം കൂടെ മേന്മയുണ്ടെങ്കിൽ അവർക്ക് ഈ ദിവസം വളരെ മേന്മയായിരിക്കും. ജാതകത്തിലെ ദശാപകാര കാലങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ അവർക്ക് മേന്മ കിട്ടും. എങ്കിലും അവരുടെ ഭാഗ്യഭാവം ജാതകത്തിലെ ഒന്ന് പരിശോധിപ്പിച്ചിട്ട് ഇതിൽ പരിഹാരങ്ങളൊക്കെ ചെയ്യണത് നന്നായിരിക്കും. കാരണം പൊതുവെ ഒരു ഭാഗ്യക്കുറവ് ഉള്ള സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടകം രാശിക്കാർക്ക്. ഈ ദിവസം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമാണ്. ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളെ ചെയ്യാനായിട്ട് കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. സംശയാതീതമായി അവരുടെ വർക്കുകളൊക്കെ അവർക്ക് ചെയ്ത് തീർക്കാൻ കഴിയും. ഒരഭിപ്രായ സമന്വയത്തിലൂടെ അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തൊഴിൽ രംഗത്തുമൊക്കെ അവർക്ക് കഴിയും. മനസ്സ് പൊതുവെ കർക്കിടക രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. മാതൃപിതൃ സ്ഥാനീയരും അനുകൂലമായിരിക്കും. എന്നാൽ സഹോദര സ്ഥാനീയരിൽ നിന്നും അല്പം വിഷമമുള്ള അവസ്ഥയൊക്കെ ഉണ്ടായെന്ന് വരും. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. കടബാധ്യത വരാതിരിക്കാനായിട്ട് കർക്കിടക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും ചില ധനപരമായ നേട്ടങ്ങളും അവർക്ക് ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഒന്ന് ശ്രദ്ധിച്ചാൽ മുറിവുകൾ, അപകടങ്ങൾ ഒക്കെ ഒന്ന് കരുതിയിരിക്കണം. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകളൊക്കെ അറിയാതെ വായിൽ നിന്ന് വീഴുന്നത് മറ്റുള്ളവർക്ക് അത് പ്രയാസമുണ്ടാക്കുകയും അവരുമായിട്ട് കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിൻ്റെ ഒരു പിൻബലം എല്ലാ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ തൊഴിൽ മേഖല അല്പം അനുകൂലമല്ലാത്ത കാലഘട്ടത്തിലൂടെ പോവുകയാണ്. ഭാഗ്യക്കുറവ് പൊതുവെ ഉണ്ടാകും. അപ്പോൾ തൊഴിൽ മേഖലയും ഭാഗ്യക്കുറവുമൊക്കെ ജാതക പരിശോധനയിൽ മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് പൊതുവേ ഉള്ള മേന്മ ഉണ്ടാക്കാനും ആ ദോഷങ്ങളെ പരിഹരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.
ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ഈ ദിവസം അനുകൂലമാക്കാം, ഭാവിയും അനുകൂലമാക്കാം. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം. ചിങ്ങക്കൂറുകാർക്ക് കഠിന ദോഷമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമല്ല, മനസ്സും അനുകൂലമല്ല. ശാരീരികമായി പല അസ്വസ്ഥതകളുണ്ടാകുന്ന ഒരു ദിവസമാണ്. ആസ്മ പോലെ അസുഖമുള്ളവർ, അതേപോലെ മാനസിക സംഘർഷാവസ്ഥ അനുഭവിക്കുന്നവർ, മാനസിക അസ്വസ്ഥതയ്ക്ക് മെഡിസിൻ യൂസ് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഒരു കാര്യത്തിലും ഒരഭിപ്രായ സ്ഥിരതയിലെത്താനായിട്ട് ചിങ്ങൻ രാശിക്കാർക്ക് കഴിയില്ല. അതേപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ മൂലം പല പ്രയാസങ്ങളും ചിങ്ങം രാശിക്കാർക്കുണ്ടാകും. മനസ്സിൻ്റെ സ്വസ്ഥക്കുറവ്, മാതൃപിതൃസ്ഥാനീയരുടെ അനുകൂലമില്ലായ്മയൊക്കെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കും. ആ മാതൃപിതൃസ്ഥാനീയരോടൊക്കെ സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പുറത്തേക്ക് വരാതിരിക്കാനായിട്ടും ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം അവർക്ക് വാക്കുകളൊക്കെ അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ കഴിയും, എങ്കിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. എടുത്ത് ചാടിച്ചെന്നും പറയാതിരിക്കാൻ അങ്ങനെയുള്ള ഗുരുസ്ഥാനീയരോടും മാതൃപിതൃസ്ഥാനീയരോടും ചിങ്ങൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടായിന്ന് വരാം. ദൈവാധീനം പൊതുവെ കുറവുള്ള ഒരു ദിവസമാണ്. സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ള ദിവസമാണ്. മക്കളിൽ നിന്നൊക്കെ മനസ്സിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ കഷ്ടതകൾ, നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ ശനി അനുകൂല സ്ഥാനത്തല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജാതകത്തിലും ശനി അനുകൂല സ്ഥാനത്തല്ലെങ്കിൽ വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ശരീരദോഷം മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അത് ജാതകമൊക്കെ പരിശോധിപ്പിച്ച് ചെയ്യും. ഞാൻ ഈ പരിഹാരങ്ങൾ പറയാത്തതിൻ്റെ കാരണം ജാതകത്തിൽ ഓരോരുത്തരുടെയും ഗ്രഹനിലയിലെ ഓരോ ഗ്രഹങ്ങളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും നിൽക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകം അനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താലാണ് എൻ്റെ ഫലം കിട്ടുകയുള്ളൂ. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനകത്തൊരു പരിഹാര കർമ്മങ്ങൾ പറയാതെ പൊതുവായൊരു പരിഹാര കർമ്മം ഇഷ്ടദേവതയുടെ നാമജപമാണ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ജാതകം പരിശോധിപ്പിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്താലാണ് വേണ്ട രീതിയിൽ പരിഹാരം കിട്ടും. അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്തും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ മേഖല ഭാഗ്യക്കുറവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അനുകൂലാവസ്ഥ കുറവായിരിക്കും. അതുകൊണ്ട് തൊഴിലാളികളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥ തൊഴിൽ രംഗത്തുണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ്. ദൈവാധീനം കന്നിക്കൂറുകാർക്ക് ഉണ്ടെങ്കിലും പൊതുവെ അവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രയാസങ്ങൾ മൂലം മനസ്സ് ഇങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയമൊക്കെ കിട്ടുമെങ്കിൽ വാഹനമൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഇത് കേൾക്കുക എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് നോക്കി എൻ്റെ യൂട്യൂബിൽ കിട്ടും. അതൊന്ന് ഇട്ടിട്ട് എന്നോടൊപ്പം അതിൽ ചേരുന്നത് നിങ്ങൾക്ക് ആ മനസ്സ് ശാന്തമാക്കാനായിട്ട് കഴിയും. അത് എന്നോടൊപ്പം നിങ്ങൾക്ക് ചേരത്തക്ക രീതിയിലാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അതിൽ ചേരുന്നത് നന്നായിരിക്കും. അത് കാണുക, അത് കേൾക്കുക, അതിൻ്റെ കൂടെ ചേരുക. മനസ്സൊക്കെ അസ്വസ്ഥമാകാതിരിക്കാൻ ഒരു പരിധി വരെ സഹായിക്കും. അതേപോലെ ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമല്ല. ഒരാത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ കന്നിക്കൂറുകാർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ജലദോഷം പോലുള്ള അസുഖങ്ങൾ, അലർജി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും. മനസ്സ് സ്വസ്ഥമല്ലാതിരിക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറച്ച് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. വലിയ ശത്രുദോഷമൊന്നും കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇല്ല. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ കേട്ടോ. ദൈവാധീനമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് പല ദോഷങ്ങളെയും ഒരു പരിധി വരെ നേരിടാനും പരിഹരിക്കാനും ഒക്കെ കഴിയും. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ധനപരമായി നേട്ടങ്ങളും ഉണ്ടാകാൻ ശ്രദ്ധിച്ചാൽ കഴിയും. ഇത് ജാതകത്തിലെ 2ാം ഭാവത്തെയും കൂടെ ആശ്രയിച്ച് 2, 11, 10 ഭാവത്തെയൊക്കെ ആശ്രയിച്ചായിരിക്കും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവും. എങ്കിലും പൊതുവേ ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് ശ്രദ്ധിച്ചാൽ കുറച്ച് നേട്ടങ്ങളൊക്കെ കന്നി രാശിക്കാർക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും. ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല.
എന്നാലും മക്കളിൽ നിന്നൊക്കെ ചില മനസ്സിന് സന്തോഷകരമായ അവസ്ഥയുണ്ടാവും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. തൊഴിലാളികളിൽ നിന്നും ചില മനസ്സിന് പ്രയാസകരമായ അവസ്ഥയൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം, തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ശരീരത്തിന് ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. ഒരു സംശയത്തോടു കൂടി എല്ലാ കാര്യത്തെയും വീക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അലസത ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാകുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക്. എങ്കിലും മനസ്സിന് ഒരു ശാന്തതയൊക്കെ ശ്രദ്ധിച്ചാൽ ഉണ്ടാകും. ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണ്ട രീതിയിൽ പോവുകയാണെങ്കിൽ തുലാം രാശിക്കാർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. പൊതുവേ തുലാം രാശിക്കാർക്ക് ഒരു ദൈവാധീനക്കുറവ് കുറച്ച് കാലം കൂടെ ഉള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് പോവുക. ആഹാരമൊക്കെ നിയന്ത്രിക്കുക. ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ സഹോദര സ്ഥാനികരൊന്നും അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ കടമൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാങ്കുകാരൊക്കെ പലപ്പോഴും വിളിച്ച് നിങ്ങൾക്ക് ലോൺ വേണോ എന്നൊക്കെ ചോദിക്കും അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ചെന്ന് പെടുക. അല്ലെങ്കിൽ ലോൺ തരും, പക്ഷേ തിരിച്ചടയ്ക്കണം എന്ന് മനസ്സിലാക്കുക. പലരും ലോൺ എടുക്കും, അവസാനം തിരിച്ചടയ്ക്കാൻ കഴിയില്ല. ജപ്തി നടപടി വരുമ്പോൾ ജപ്തി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയും. ലോൺ എടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നത് പലതും. അതുകൊണ്ട് അപ്പോൾ അത് അടയ്ക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ളവരൊക്കെ എടുക്കുക. അനാവശ്യമായി ലോണുകളൊന്നും എടുക്കാതിരിക്കാനായിട്ട് തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവേ അവർക്ക് അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല. മക്കളിൽ നിന്നും അത്ര മേന്മയുണ്ടാവില്ല. കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് പൊതുവേ തുലാം രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. എങ്കിലും തൊഴിൽ ഭാവം ശ്രദ്ധിച്ചാൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചാൽ അവരുടെ ജാതകത്തിലും തൊഴിൽ ഭാവങ്ങളൊക്കെ മേന്മയുള്ളതാണെങ്കിൽ അത് കൂടുതൽ നേട്ടകരമാകും. അതെല്ലാം അല്പം ദോഷകരമൊക്കെ ആണെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ അത് പരിശോധിപ്പിച്ച് ചെയ്താലും തൊഴിൽ മേഖല മേന്മയുള്ളതാവാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് തുലാം രാശിക്കാർക്കെന്ന് മനസ്സിലാക്കുക. അതേപോലെ വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രമാണ് വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ്. അത്ര മേന്മയുള്ള ദോഷമൊന്നും അല്ല. മനസ്സ് അത്ര അനുകൂലമല്ല, പക്ഷെ ശരീരം പൊതുവെ അനുകൂലമായിരിക്കും. ആരോഗ്യമൊക്കെ ഉണ്ടാവും. എങ്കിലും മനസ്സ് അനുകൂലമല്ലാത്തതുകൊണ്ട് അസ്വസ്ഥമായിരിക്കും. അലസത ഉണ്ടാവും. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. വൃക്ക രോഗങ്ങളുള്ളവർ വൃശ്ചിക രാശിക്കാർ ശ്രദ്ധിക്കണം. അതേപോലെ ആസ്മ, അലർജി രോഗങ്ങളൊക്കെ ഉള്ള വൃശ്ചിക രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഈ ദിവസം വൃശ്ചിക രാശിക്കാർക്ക് കാര്യമായി ഉണ്ടാകാം. അതുകൊണ്ട് അത് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. തൊഴിൽ രംഗത്തൊക്കെ ശത്രുക്കൾ, സഹപ്രവർത്തകരൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കടബാധ്യത വരുന്ന ദിവസമാണ്. അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എടുത്തുചാട്ടം, മറ്റുള്ളവരുമായിട്ട് കലഹം, ഇതൊക്കെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് എടുത്തുചാട്ടമൊക്കെ ഒഴിവാക്കുക. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കാനായിട്ട് വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്, ഈ ദിവസമാണ് ഇത്. വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ. അതുമൂലം വളരെ നഷ്ടങ്ങളും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അവർക്ക് ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ്. മക്കളിൽ നിന്നൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും. സാമ്പത്തികമായ നേട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും. ജീവിത പങ്കാളി അനുകൂലമാകണം. കുടുംബത്തിൻ്റെ ഒരു പിന്തുണ പല കാര്യങ്ങളിലും വൃശ്ചിക രാശിക്കാർക്ക് ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും. എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ചെറിയ അനുകൂലമായ അവസ്ഥ ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ മെച്ചപ്പെടാനായിട്ട് കഴിയുമെങ്കിലും തൊഴിൽ മേഖല പൊതുവേ വൃശ്ചിക രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. ഇനി ധനു, മൂലം, പുരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനു രാശിക്കാർക്ക് കഠിന ദോഷമാണ്. അവരുടെ ആരോഗ്യനില അത്ര അനുകൂലമല്ല. മനസ്സും അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ്, അലസതയൊക്കെ ഉണ്ടാവും. അലർജി സംബന്ധമായ അസുഖങ്ങൾ, അവർക്ക് പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ മാനസിക അസ്വസ്ഥതയ്ക്ക് മെഡിസിനൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ അത് കൃത്യമായി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം.
അതേപോലെ മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാക്കാതിരിക്കാൻ ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും വാക്കുകൾ ധനുരാശിക്കാർ ഭംഗിയായിട്ട് തന്മയത്തോടു കൂടി ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അത് മേന്മയുണ്ട്. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. ഒരു പിന്തുണ എല്ലാ കാര്യത്തിലും ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് പൊതുവേ ധനുരാശിക്കാർക്ക് അനുഭവപ്പെടും. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമൊന്നുമല്ല. മറ്റുള്ള ശത്രുതാപരമായ പ്രവർത്തികൾ തൊഴിൽ രംഗത്തുണ്ടാവും. ദൈവാധീന കുറവുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം തൊഴിൽ രംഗത്തെ കാണുന്നതിനായിട്ട്. മറ്റുള്ളവരുടെ ഇടപെടലുകൾ മനസ്സിൽ തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളുണ്ടാക്കും. കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്ത് തീർക്കാനും കഴിയാതെ വരും. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്തൊക്കെ ഈ ദിവസം ഒട്ടും അനുകൂലമല്ല. അതുകൊണ്ട് ലഹരിയൊന്നും ഉപയോഗിച്ചുകൊണ്ട് മദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ രംഗത്തേക്ക് ചെല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് ഒട്ടും അനുകൂലമല്ല. ശരീരം അത്രയും പോലും അനുകൂലമല്ല. അപ്പോൾ മനസ്സിനും ശരീരത്തിനും ഒന്നും ഒരു അനുകൂലാവസ്ഥ ഇല്ലാത്ത ദിവസമാണ് മകരം രാശിക്കാർക്കെന്ന് മനസ്സിലാക്കുക. ആസ്മ പോലുള്ള അസുഖമുള്ളവർ, മാനസിക അസ്വസ്ഥതയുള്ളവർ, ഉദരസംബന്ധമായ അസുഖമുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പൊള്ളലേക്കാതെയൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിനെ ഒരു ശാന്തമാക്കി വയ്ക്കാനായിട്ട് മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായ വാക്കുകളൊക്കെ മകരക്കൂറുകാരിൽ നിന്നുണ്ടാവും. അവർ ആ വാക്കുകളെ നിയന്ത്രിക്കണം. ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അതേപോലെ സുഹൃത്തുക്കളായിരിക്കുന്നവർ തന്നെ ശത്രുക്കളായി മാറുന്ന ഒരു സാധ്യതയും മകരം രാശിക്കാർക്ക് ഈ ദിവസമുണ്ട്. അഭിപ്രായ വ്യത്യാസവും കലഹവും മൂലം പൊതുവെ അനുകൂലമല്ലാത്തൊരു ദിവസമായിരിക്കും. വാക്കുകൾ അനുകൂലമല്ല. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമല്ല. അശ്രദ്ധമായ പെരുമാറ്റം ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും. എങ്കിലും ധനപരമായ നേട്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കൾ അനുകൂലമായിരിക്കും. അങ്ങ് തൊഴിൽ മേഖലയിൽ മകരക്കൂറുകാർക്ക് അല്പം നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിലാളികളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. അപ്പോൾ മകരം രാശിക്കാരുടെ ജാതകത്തിലെ കർമ്മഭാവവും ധനഭാവവും വരവിൻ്റെ ഭാവവും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതൊക്കെ അനുകൂലമാണെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രതികൂലമാണെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ജാതകം നോക്കി ചെയ്യുകയാണെങ്കിൽ മകരം രാശിക്കാർക്ക് തൊഴിൽ ഭാവത്തിലൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. ധനപരമായി മേന്മയുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി കുംഭം. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശി. കുംഭം രാശിക്ക് ഗുണകരമായ ദിവസമായിരിക്കും. പൊതുവെ ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തോടു കൂടി അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയും. മനസ്സ് നല്ല ഉന്മേഷമുള്ളതായിരിക്കും. ബുദ്ധിപൂർവമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ അത് വേണ്ട രീതിയിൽ പ്രവർത്തികമാക്കാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയര് പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുദോഷമൊന്നും കുംഭം രാശിക്കാർക്ക് കാര്യമായിട്ടുണ്ടാകാത്ത ദിവസമാണ്. കടബാധ്യതയൊക്കെ നികത്തി കൊണ്ടുവരാനായിട്ട് കഴിയും. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് കയ്യിൽ ധനലാഭം ഉണ്ടാകുന്നുവെങ്കിൽ അതപ്പോൾ തന്നെ നിലവിലുള്ള കടങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. കയ്യിൽ കരുതിയാൽ ചിലപ്പോൾ അത് ഉദ്ദേശിക്കുന്ന കാര്യം നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. പക്ഷെ മക്കളിൽ നിന്ന് മനസ്സിന് അല്പം പ്രയാസമുണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. തൊഴിൽ രംഗം അത്ര അനുകൂലമൊന്നുമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുംഭം രാശിക്കാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. മീനം. മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. കഠിന ദോഷമാണ്. ആരോഗ്യാനുകൂലമല്ല. ശരീരത്തിന് പ്രത്യേകിച്ച് വാത പിത്ത സംബന്ധമായ അസുഖമുള്ളവർക്ക് വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്നൊരു ദിവസമാണ്.
അലസത ഉണ്ടാകും. അത് ശരീരത്തിന് അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന അലസതയാണ്. അതേപോലെ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസ കുറവൊക്കെ ഉണ്ടാകും, പ്രതിരോധ ശക്തി കുറവുണ്ടാകും. എങ്കിലും മനസ്സ് കുറച്ചൊക്കെ ശാന്തമാക്കാൻ നോക്കിയാൽ മീനക്കുറുകാർക്ക് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുദോഷം കാര്യമായിട്ടുണ്ടാകുന്ന ദിവസമാണ്. കടബാധ്യതയുണ്ടാകാം. മറ്റുള്ളവരുമായി കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. ധനപരമായി നഷ്ടങ്ങളുണ്ടാവാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എങ്കിലും അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. ലഹരി പദാർത്ഥങ്ങളൊന്നും ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കഠിനദോഷമാണ്. മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമല്ലാത്തതുകൊണ്ട് മീനക്കൂറുകാർ അവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിക്കുന്നതും അതിന് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും കുറച്ച് നന്നായിരിക്കും. ഇത് പൊതുവെ ജാതകമൊക്കെ നിങ്ങൾ പരിശോധിപ്പിക്കുമ്പോൾ വലിയ പരിഹാര കർമ്മങ്ങൾ പറയാത്തവരുടെ അടുത്തും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ വിശ്വാസമുള്ളവരെക്കുറിച്ചും ശരിക്കും അറിയാവുന്ന വിശ്വാസമുള്ളവരുടെ അടുത്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കിയാൽ അത് പലപ്പോഴും വളരെ വിഷമിച്ചും പ്രയാസപ്പെട്ടുമൊക്കെയാണ് പലരും ജ്യോതിഷന്മാരെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ വിഷമകരമായ അവസ്ഥ ഉണ്ടാകുന്ന ഒരു രീതിയിലേക്കൊക്കെ ജ്യോതിഷത്തെ മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനും അങ്ങനെയുള്ളവരൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായി അറിയാവുന്ന ആളുകളുടെ അടുത്ത് പോകാൻ അതും കുറച്ച് പ്രായമായവരുടെ അടുത്തൊക്കെ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പ്രായമാകുക എന്ന് പറയാൻ അവർക്ക് കുറച്ച് അനുഭവജ്ഞാനം കൂടെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചില പരിഹാരങ്ങളൊന്നും വേണ്ട എന്ന് അവർ പറഞ്ഞാൽ അത് മതി. കാരണം വെച്ചാൽ അനുഭവജ്ഞാനത്തിലൂടെയും കൂടെയാണ് അവരത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നമസ്തേ.